ഹായ് എല്ലാവർക്കും ഭാഗ്യലക്ഷ്മിയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. കാർത്തി തന്റെ കൂട്ടുകാരോട് പറയുകയാണ്, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മക്കളുടെ ഭാവിയെ മറന്ന് അവരൊന്നും ചെയ്യില്ല, പ്രത്യേകിച്ച് പെൺമക്കളുടെ. പക്ഷേ ആദർശത്തിന് കൈയും കാലും വെച്ച വില്ലേജ് ഓഫീസർ അവരുടെ മുഖം പോലും മറന്നു. കാർത്തിയുടെ ഒരു ഫ്രണ്ട് പറയുകയാണ്, അന്നവളെ ലോറി കയറ്റി കൊല്ലേണ്ടതായിരുന്നു. ശ്രീകുമാർ ചത്തതിനു പിന്നാലെ സദാനന്ദനെ കണ്ട് ഒരാൾ പറയുകയാണ്, അളിയ ഇടഞ്ഞാണ് വരുന്നത്. അന്ന ഉടനെ സദാനന്ദൻ ചോദിക്കുകയാണ്, എല്ലാവരും ഉണ്ടല്ലോ, ഇനിയിപ്പോ എന്താ തീരുമാനം? വക്കീലന്മാർക്ക് ഇഷ്ടം പോലെ പണം എറിഞ്ഞു കൊടുക്കാം, രാഷ്ട്രീയക്കാരെ സ്വാധീനിക്കാം. എന്നാൽ കോടതിയെ സ്വാധീനിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ഒന്നാമത്, ആ ജഡ്ജി പഠിച്ച് കാര്യങ്ങൾ വിധി പറയുന്ന ആളാണ്, കൈക്കൂലിക്കാരൻ അല്ല. ഇവിടെ പിന്നെ കൈക്കൂലി കൊണ്ട് കാര്യമില്ലല്ലോ. പെട്ടുപോയി എന്ന് പറഞ്ഞാൽ മതി. ഒരേ ഒരു മോനാണ്, ഇനി അവനെ ജയിലിൽ പോയി കാണണം. ആ പരിക്ക് അത്ര പെട്ടെന്നൊന്നും മാറില്ല. പിന്നെ ചെറിയൊരു ആശ്വാസം കാണണമെങ്കിൽ നമ്മുടെ കയ്യിൽ ചില ഫോട്ടോസും വീഡിയോസും ഒക്കെ ഉണ്ടല്ലോ. ആദ്യം വില്ലേജ് ഓഫീസർക്ക് ഫോട്ടോ അയച്ചു കൊടുത്തു, ഒരു അമ്മയുടെ നെഞ്ചു പറഞ്ഞു പോകുന്ന ഫോട്ടോ. അതിന്റെ ബലത്തിലാണ് അഹങ്കാരം പിടിച്ചവൾ കോടതിയിൽ വരാഞ്ഞത്. എന്നാൽ പിന്നീടുള്ള രാത്രികളിൽ അതവളെ ശല്യം ചെയ്തു കാണും. സ്വന്തം മകളുടെ ജീവിതത്തെക്കാൾ ശ്രീകുമാർ എന്ന പയ്യനോടും അവന്റെ കുടുംബത്തോടും അവൾക്ക് കൂറ് കാട്ടണമെന്ന് തോന്നിക്കാണും. മരിച്ചവരുടെ കുടുംബത്തിന് ഇനിയിപ്പോൾ നീതി കിട്ടും. പക്ഷേ നമ്മളോട് അനീതി കാട്ടിയവരോട് അവരെ ശിക്ഷിക്കാനുള്ള സമയം ആയി. ഒരു മുഹൂർത്തം കുറിച്ചിട്ട് അയക്കണ്ട. പറഞ്ഞതൊക്കെ സമൂഹ മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്യട്ടെ. അവളുടെ മകൾ നിരപരാധിയാണെന്ന് അവൾ തെളിയിക്കുന്നതിന് മുൻപ് ആളുകൾ അവളെയും അവളുടെ മകളെയും നോക്കി ആർത്തിച്ചിരിക്കട്ടെ. പുറത്തിറങ്ങാൻ കഴിയാതെ അവളും അവളുടെ മക്കളും വീട്ടിനുള്ളിൽ തളയ്ക്കപ്പെടട്ടെ. പിന്നീട് കാണിക്കുന്നത് വില്ലേജ് ഓഫീസിന് മുന്നിൽ ഭാഗ്യലക്ഷ്മിയും കാത്തു നിൽക്കുന്ന സുബ്രഹ്മണ്യനെയും ഭാര്യയുമാണ്. അവരുടെ അടുത്തേക്ക് വന്ന പ്രതാപൻ ചോദിക്കുകയാണ്, കോടതി വിറപ്പിച്ച പെൺസിംഹം ഇന്ന് വരുമെന്ന് പറഞ്ഞായിരുന്നോ? ഹാഫ് ഡേ ആയിരിക്കും ലീവ്, അത് കഴിഞ്ഞ് എത്തുമായിരിക്കും. ഈ കൊള്ളി കൊണ്ട് തല ചെറിയരുത് എന്ന് കേട്ടിട്ടുണ്ടോ? എന്നാൽ ഇനി അത് കേൾക്കുകയല്ല, കാണാൻ പോവുകയാണ്. നിങ്ങൾ മാത്രമല്ല, നാട് ഭരിക്കുന്ന മന്ത്രിയെക്കാളും തനിക്കാണ് പവർ എന്ന് ചിന്തിക്കുന്ന ഞങ്ങളുടെ ഓഫീസർ. അന്നേരം അവിടേക്ക് എത്തുകയാണ് ഭാഗ്യലക്ഷ്മി. പ്രതാപൻ പറയുകയാണ്, ദേ വരുന്നുണ്ട്. കോടതിയിൽ നിറഞ്ഞാടിയതല്ലേ, സുരേഷ് ഗോപി സ്റ്റൈലിലായിരിക്കും വരവ്. ഞാൻ ഇവിടെ നിൽക്കുന്നില്ല എന്നും പറഞ്ഞ് അകത്തേക്ക് പോവുകയാണ് പ്രതാപൻ. ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ്, അയാൾ എന്താണ് പറഞ്ഞത്? സുബ്രഹ്മണ്യൻ പറയുകയാണ്, എന്താണ് പറഞ്ഞതെന്ന് സാറിന് അറിയാമല്ലോ. കോടതിയിൽ നടന്ന കാര്യങ്ങൾ വീട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ മോന്റെ അമ്മയ്ക്ക് ഒരേ നിർബന്ധം, സാറിനെ വന്നൊന്ന് കാണണമെന്ന്. അതാണ് വന്നത്. ശ്രീകുമാറിന്റെ അമ്മ തൊഴുകയാണ് ഭാഗ്യലക്ഷ്മിയെ. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, ഞാൻ ചെയ്യേണ്ടത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ആദ്യം കോടതി കൂടിയപ്പോൾ വരാൻ പറ്റിയില്ല. അതിന് വ്യക്തമായ കാരണമുണ്ട്. കുട്ടികളുടെ അച്ഛൻ കേസ് വാദിച്ചത് കൊണ്ടല്ല ഞാൻ കോടതിയിലേക്ക് വരാതിരുന്നത്. ഇതിനേക്കാളും എന്നെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവം ഉണ്ടായി. അത് ഇപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷേ അന്ന് ഞാൻ കോടതി വരാത്തതിന്റെ പേരിൽ ശ്രീകുമാറിന്റെ അച്ഛൻ എന്നെ പ്രതിക്കൂട്ടിൽ നിർത്തി. സ്വന്തം മക്കളുടെ മുൻപിൽ അപകടമുണ്ടെന്നറിഞ്ഞാൽ ഏത് മാതാപിതാക്കളും ഒന്നറച്ചു പോകും. അത് തന്നെയാണ് എനിക്കും സംഭവിച്ചത്. കുമാറിന്റെ അമ്മ പറയുകയാണ്, കാര്യമറിയാതെ ഇദ്ദേഹം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാറ് ക്ഷമിക്കണം. സുബ്രഹ്മണ്യൻ പറയുകയാണ്, അതുകൂടി പറയാനാണ് ഞങ്ങൾ വന്നത്. എന്റെ മോനെ കൊത്തിയരിഞ്ഞവർ ശിക്ഷിക്കപ്പെടണമെന്ന് അമിതമായി ആഗ്രഹിച്ചിരുന്നു ഞങ്ങൾ. അതുകൊണ്ടാണ് അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞത്. എന്തായാലും അത് വലിയ പാപമായി പോയി. ഞങ്ങൾ പ്രാർത്ഥിക്കും ഇപ്പോ ഞങ്ങളെ സഹായിച്ചതിന്. സാറിനും കുടുംബത്തിനും ആപത്തൊന്നും വരാതിരിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കും. എനിക്ക് ഒരാഗ്രഹമേ ഉള്ളൂ അച്ഛാ, ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ എല്ലാവരും ഈ രീതിയിൽ തന്നെ പ്രതികരിക്കണമെന്ന്. എങ്കിൽ നമ്മുടെ നാട് മാത്രമല്ല, നമ്മുടെ വീടും നന്നാകും. നമ്മുടെ കുട്ടികൾക്ക് മാന്യമായി പുറത്തിറങ്ങി നടക്കാൻ പറ്റും. ഞാൻ എന്റെ ശരിക്കൊപ്പം നിന്നു, ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. ശ്രീകുമാറിന്റെ അനുഭവം നാളെ എനിക്കുണ്ടാവുകയാണെങ്കിൽ അതുവരെ എന്ന് പറഞ്ഞിട്ട് വില്ലേജ് ഓഫീസിനകത്ത് കയറി പോവുകയാണ് ഭാഗ്യലക്ഷ്മി. ശ്രീകുമാറിന്റെ അമ്മ പറയുകയാണ്, എത്ര നല്ല തന്റേടവും സത്യവുമുള്ള മോളാണ്. പക്ഷെ അവരെ നമ്മൾ തെറ്റിദ്ധരിച്ചു. പിന്നീട് കാണിക്കുന്നത് കോളേജിലേക്ക് എത്തുന്ന ദിയയും ദീപയുമാണ്. എല്ലാവരും അവരെ നോക്കി ചിരിക്കുകയാണ്. ഒരാൾ പറയുകയാണ്, എന്തായാലും അപാര തൊലിക്കെട്ടി തന്നെ. ഇവൾക്ക് അതുണ്ടെന്നറിയാം, എന്നാലും മൂത്തവൾക്ക് ഇത്രയും പ്രതീക്ഷിച്ചില്ല. എന്നിട്ട് ആ പയ്യൻ അവരുടെ അടുത്തേക്ക് ചെന്നൊന്നാക്കി ചിരിക്കുകയാണ്. കുട്ടിക്ക് ഇതുപോലെയുള്ള അബദ്ധങ്ങൾ പറ്റുമെന്നാണ് കരുതിയത്. ഇവളെ കവിച്ചയച്ചു മൂത്തവൾ. സംഗതി പൊളിച്ചു കേട്ടോ. മനസ്സിലാകാതെ നിൽക്കുകയാണ് ദിയയും ദീപയും. ഈ ക്യാമ്പസിൽ മൊബൈൽ ഉള്ളവരെന്നല്ല, എല്ലാവരും 1-2 തവണയെന്നല്ല 10-100 തവണ കണ്ടു കഴിഞ്ഞു. ഫൈനൽ ഇയർ PG വിദ്യാർത്ഥിനിയുടെ ലീലാവിലാസങ്ങൾ. ചോദിക്കുകയാണ്, താൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഒന്നും അറിയാത്ത പോലെ എല്ലാവരും കൊച്ചിനെ തന്നെ പുച്ഛിച്ചു നോക്കുന്നത് കണ്ടില്ലേ? നേരം തങ്ങളെ നോക്കി ചിരിക്കുന്ന എല്ലാവരെയും നോക്കുകയാണ് ദിയയും ദീപയും. ഇത് ലോകം മുഴുവൻ അറിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ അറിയിച്ചേക്കാം. അതോടുകൂടി ഈ നാടകം കളി അവസാനിപ്പിക്കുമല്ലോ. അതിനുശേഷം ആ പയ്യൻ ദീപയും
കാർത്തിക്കിന്റെ ഒരു കൂട്ടാളിയും ചേർന്ന് കിടക്കുന്ന ഒരു ഫോട്ടോ മൊബൈലിൽ കാണിച്ചു കൊടുക്കുകയാണ്. അത് കണ്ട് ആകെ പരിഭ്രമിക്കുകയാണ് ദിയയും ദീപയും. അന്നേരം ബോധം കെട്ട് വീഴുകയാണ് ദീപ. ഇതൊക്കെ ഭാഗ്യലക്ഷ്മിയുടെ വെറും തോന്നലുകൾ മാത്രമായിരുന്നു. ഈ രംഗം ആലോചിച്ച് ഞെട്ടി ഉണരുകയാണ് ഓഫീസിലിരുന്ന ഭാഗ്യലക്ഷ്മി. ആകെ ടെൻഷനോടുകൂടി ഇരിക്കുന്ന ഭാഗ്യലക്ഷ്മിയുടെ അടുത്തേക്ക് എത്തുകയാണ് പ്രസാദ്. പ്രസാദ് ചോദിക്കുകയാണ്, എന്ത് പറ്റി മാഡം? പെട്ടെന്ന് എന്തൊക്കെയോ ഓർത്തുപോയി. എനിക്കൊന്ന് കോളേജിൽ വരെ പോണം പ്രസാദേ. ഇന്ന് കോടതിയിൽ സാക്ഷി പറയാൻ പോകേണ്ടി വരുന്നത് കൊണ്ട് കുട്ടികളൊക്കെ ഞാൻ ചെന്നതിന് ശേഷമാണ് കോളേജിലേക്ക് പോയത്. എനിക്ക് അവരെ ഒന്ന് കാണണം. പ്രസാദ് ചോദിക്കുകയാണ്, എന്നാൽ അമ്മയ്ക്കും മക്കൾക്കും ഒണ്ടേ ലീവ് എടുത്തുകൂടായിരുന്നോ? അത് മതിയായിരുന്നു. ഇവിടത്തെ കാര്യങ്ങളൊക്കെ പ്രസാദ് ഒന്ന് നോക്കണം. സ്പെഷ്യൽ വില്ലേജ് ഓഫീസറെയാണ് എല്ലാം ഏൽപ്പിച്ചിട്ട് പോകാനുള്ളത്. അതിനുള്ള ധൈര്യം എനിക്കില്ല. പ്രസാദ് ചോദിക്കുകയാണ്, മക്കൾക്ക് എന്തെങ്കിലും ഭീഷണിയുണ്ടോ? പിന്നീട് പ്രസാദിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തിട്ട് പോവുകയാണ് ഭാഗ്യലക്ഷ്മി. ഭാഗ്യലക്ഷ്മി പോകുന്നത് കണ്ട് പ്രതാപൻ ചോദിക്കുകയാണ്, വേണ്ടാത്ത പരിപാടികളൊക്കെ കാണിച്ചിട്ട് ഇപ്പോഴങ്ങ് പോവുകയാണ്. എന്താ പ്രസാദ് അവർ പറഞ്ഞിട്ട് പോയത്? ഡ്യൂട്ടി സമയത്ത് ഇതൊക്കെ ഒഴിവാക്കിയിട്ട് അങ്ങനെ പോകുന്ന ആളല്ലല്ലോ. പ്രസാദ് പറയുകയാണ്, എല്ലാവർക്കും ഉണ്ടല്ലോ സാറേ ഓരോരോ ടെൻഷൻസ് ഒക്കെ. ഇല്ലാത്ത ചിലരില്ല, പക്ഷെ മനഃപൂർവ്വം ചിലർ സ്റ്റൈലായിട്ട് പിടിച്ച് തലയിൽ വെക്കും. അങ്ങനെ ചെയ്യുന്ന ആളാണ് ആ പോയത്. അതിന് സാറിന് നഷ്ടമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് സീറ്റിലേക്ക് പോവുകയാണ് പ്രസാദ്. പ്രസാദിന്റെ സീറ്റിലേക്ക് ചെന്ന് വീണ്ടും പ്രതാപൻ പറയുകയാണ്, അതെ, എനിക്ക് നഷ്ടമൊന്നും ഇല്ല. അവർക്ക് ചില പ്രതീക്ഷിക്കാത്ത നഷ്ടങ്ങളൊക്കെ ഉണ്ടാകും. പ്രസാദ് പറയുകയാണ്, അത് കാണാനായിട്ട് ചിലരൊക്കെ ഇവിടെ കാത്തിരിക്കുകയാണെന്ന് അറിയാം. താൻ എന്നെ ഉദ്ദേശിച്ചാണ് അത് പറഞ്ഞതെങ്കിൽ അത് 100% സത്യമാണ്. അവരത്രയ്ക്ക് ബെല്ലും ബ്രേക്കും ഇല്ലാതെയാണ് പോകുന്നത്. കുടുംബവും കുട്ടികളും ഒന്നും ആണടോ ഇതുപോലെ കാടിളക്കി നടക്കുന്നത്. അല്ലാത്തവർ പൊടിക്കൊന്ന് ഒതുങ്ങും. പിന്നീട് കോളേജിലേക്ക് എത്തുകയാണ് ഭാഗ്യലക്ഷ്മി. ഭാഗ്യലക്ഷ്മിയെ കണ്ട് ദിയയുടെ ഫ്രണ്ട് ദിയയോട് പറയുകയാണ്, ദേ അതാരാണ് വരുന്നതെന്ന് നോക്കിക്കേ. ഞാനിപ്പോ വരാം എന്ന് പറഞ്ഞ് ദിയ ഭാഗ്യലക്ഷ്മിയുടെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. അമ്മ എന്താ ഇവിടെ? മോളുടെ ചേച്ചി എവിടെ? ബ്രേക്ക് ടൈം ആണ്, പുറത്തെവിടെയെങ്കിലും കാണും. എന്താ അമ്മേ, മോള് പോയി ചേച്ചിയെ വിളിച്ചോണ്ട് വാ. എന്താ അമ്മയ്ക്ക് പറ്റിയത്? ഭാഗ്യലക്ഷ്മി പറയുകയാണ്, അതൊന്നും ചോദിക്കേണ്ട. ലഞ്ച് ടൈം അല്ലേ, ഇന്നിനി ഉച്ചയ്ക്ക് ശേഷമുള്ള ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട. രണ്ടാളും എനിക്കൊപ്പം പോര്. ഇനി കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട. മോള് ഞാൻ പറഞ്ഞത് അനുസരിച്ചാൽ മതി. ശരി അമ്മയെന്ന് പറഞ്ഞ് ദിയ തിരിയുമ്പോൾ ദീപയെ കാണുകയാണ്. ആ ചേച്ചി വന്നു എന്ന് പറയുകയാണ് ദിയ. അമ്മ എന്താ ഇവിടെ എന്ന് പറഞ്ഞ് ദീപ ഭാഗ്യലക്ഷ്മിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ദിയ പറയുകയാണ്, അമ്മ ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാണ്. ഇപ്പോഴോ? ഇന്ന് നിങ്ങൾ രണ്ടാളും എനിക്കൊപ്പം പോരണം. ഞാൻ പ്രിൻസിപ്പാളിനെ കണ്ട് കാര്യം പറഞ്ഞോളാം. പിന്നീട് ദേഷ്യഭാവത്തോടു കൂടി ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ്, അവൾ വന്നിട്ടുണ്ടോ ആ രചന? ദീപ പറയുകയാണ്, ഇല്ലമ്മേ, 2 ദിവസമായിട്ട് അവൾ ഇങ്ങോട്ട് വരുന്നില്ല. അവളുടെ അച്ഛന് സുഖമില്ല എന്നാണ് പറഞ്ഞത്. ഭാഗ്യലക്ഷ്മി മനസ്സിൽ പറയുകയാണ്, അവളുടെ അച്ഛനല്ല, അവൾക്കാണ് അസുഖം. സന്തോഷഭാവത്തിൽ ദിയ പറയുകയാണ്, ദേ എല്ലാവരും അമ്മയെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെണ്ണുങ്ങളായാൽ അമ്മയെ പോലെ വേണം എന്നാണ് പറയുന്നത്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. പക്ഷേ നമ്മളിൽ 1-2 പേർ അങ്ങനെ ആയാൽ പോരാ. മിക്കവരും അങ്ങനെ ആകണം. എങ്കിലേ നമ്മൾ സ്ത്രീകൾക്ക് തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ പറ്റൂ. അല്ലാത്ത പക്ഷം നമ്മുടെ ശബ്ദം ഒറ്റപ്പെട്ടു പോകും മക്കളെ. നിങ്ങൾ വാ എന്ന് പറഞ്ഞ് അവരെ വിളിക്കുകയാണ് ഭാഗ്യലക്ഷ്മി. പിന്നീട് കാണിക്കുന്നത് രാത്രി ഭാഗ്യലക്ഷ്മിയുടെ വീടാണ്. അവിടേക്ക് മദ്യപിച്ചെത്തുകയാണ് വിജയകുമാർ. ഭാഗ്യലക്ഷ്മിയും മക്കളെയും കണ്ട് ചിരിച്ചുകൊണ്ട് വിജയകുമാർ പറയുകയാണ്, എല്ലാവരും ഉണ്ടല്ലോ. ഇന്ന് കോടതിയിൽ സമാനതകളില്ലാത്ത പ്രകടനമായിരുന്നു നിങ്ങളുടെ അമ്മയുടേത്. പ്രോസിക്യൂഷൻ വക്കീലിനുണ്ടല്ലോ ഒരു പണിയുമില്ലായിരുന്നു എന്ന് പറഞ്ഞ് കോട്ടെടുത്ത് ദൂരേക്ക് എറിയുകയാണ് വിജയകുമാർ. സാക്ഷിക്കൂട്ടിൽ കയറി നിന്ന് ഘോരഘോരം പ്രസംഗിച്ചതേ നിൽക്കുന്ന ധീര വനിതയാണ്. ദിയ പറയുകയാണ്, കളിയാക്കുകയൊന്നും വേണ്ട. അച്ഛനെ പോലെ ഭീരുവല്ല എന്റെ അമ്മ. സദാനന്ദന്റെ ഭീഷണിക്കും പണത്തിനും വഴങ്ങുന്ന കൂട്ടത്തിലല്ല എന്റെ അമ്മ. വിജയകുമാർ പറയുകയാണ്, നീയും അങ്ങനെ തന്നെയാടി. പക്ഷെ ഒരു കാര്യം എല്ലാവരും ഓർത്തോ, സദാനന്ദന്റെ മണൽ ലോറി പിടിക്കാം, ഭൂമി കയ്യേറി അയാൾ കെട്ടിയ കള്ളുഷാപ്പ് കത്തിക്കാം. എന്നാൽ അയാളുടെ മോനെതിരെ ഒരു വിധി വന്നാൽ ഇതിലും വലിയ വിധി അമ്മയും മക്കളും കൂടി അങ്ങേറ്റു വാങ്ങേണ്ടി വരും. ലക്ഷ്മി ചോദിക്കുകയാണ്, അതിനെപ്പറ്റി നിങ്ങൾക്ക് ധാരണയുണ്ടല്ലേ? എനിക്കും എന്റെ മക്കൾക്കും കരയേണ്ടി വരുമെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? അതിനെന്താടി സംശയം? ഇതിനു വേണ്ടിയാണല്ലോ നീ ഇന്ന് കോടതിയിൽ വന്നത്, കാർത്തിക്കെതിരെ സാക്ഷി പറഞ്ഞത്. ഇതിന്റെയൊക്കെ പ്രതികരണം എന്തായിരിക്കുമെന്ന് നിനക്കോ നിന്റെ മക്കൾക്കോ ഊഹിക്കാൻ കഴിയില്ല. ഒരിക്കലും ഊഹിക്കാൻ കഴിയില്ല. ദിയോ എന്ന ദേഷ്യത്തോടു കൂടി ചോദിക്കുകയാണ് വിജയകുമാർ. ദിയ പറയുകയാണ്, എന്തോ ആയിക്കൊള്ളട്ടെ, ഞങ്ങൾ എന്തിനേയും നേരിടാൻ തയ്യാറാണ്. വിജയകുമാർ ചോദിക്കുകയാണ്, മോളെ ദീപേ, നിനക്കും അതേ അഭിപ്രായം ആണോ? ആർക്കും ഒരാപത്തും വരരുത്, എനിക്കതേ ഉള്ളൂ. ചൂണ്ടി വിജയകുമാർ പറയുകയാണ്, കണ്ടോ, ഇങ്ങനെ ഒരു മോൾ കൂടി നിനക്കുണ്ട്. ഞാൻ ചോദിച്ചതിന് നിങ്ങൾ ഉത്തരം പറഞ്ഞില്ല. സദാനന്ദനോ അയാളുടെ മോനോ എന്റെ മക്കളെ തകർക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ?
അതിന് മറുപടി പറയണമെങ്കിൽ ഞാൻ അതേപറ്റി അറിയണം. എനിക്കറിയില്ല. പിന്നെ അയാളുടെ മകൻ ജയിലിലേക്ക് പോകുമ്പോൾ അയാൾ എന്ത് ചെയ്യുമെന്ന് മറുപടി നിരത്തി നോക്കേണ്ട ഒരു കാര്യവുമില്ല. അയാളുടെ ചരിത്രം തന്നെ പറയും. അത്രയ്ക്ക് മോശപ്പെട്ട വഴികളിലൂടെയാണ് ഇന്ന് ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്രമാണിയായത് അയാൾ. തോൽക്കില്ല അയാൾ. കോടതിയിൽ ഞാൻ തോറ്റാലും കോടതിക്ക് പുറത്ത് അയാൾ തോൽക്കില്ല. ചോദിക്കുകയാണ്, അയാളുടെ മോൻ ജയിലിലേക്ക് പോകുന്നത് അയാളുടെ തോൽവിയല്ലേ? തോൽവിയൊക്കെ താൽക്കാലികമാടി. അതിന് വലിയ ആയുസ്സൊന്നും ഇല്ല. എന്നാൽ അതിലും വലിയ തോൽവി ഏറ്റുവാങ്ങാതിരിക്കാൻ നോക്ക്. അമ്മയും മക്കളും എനിക്ക് എന്ന് പറഞ്ഞ സങ്കടത്തോടും ദേഷ്യത്തോടും കൂടി മുകളിലേക്ക് കയറി പോവുകയാണ് വിജയകുമാർ. ഇതൊക്കെ കണ്ട് ദീപ ഭാഗ്യലക്ഷ്മിയോട് പറയുകയാണ്, എനിക്ക് പേടിയാകുന്നു അമ്മേ. മോളെ, നമ്മൾ ശരിയാണെന്ന് തോന്നുന്നത് ചെയ്യുമ്പോൾ വേറെ ഒരുപാട് വേദനകൾ നമ്മളെ തേടി വന്നെന്നിരിക്കും. അങ്ങനെ വരുമ്പോൾ അവിടെ പിടിച്ചു നിൽക്കാനുള്ള മനക്കെട്ടി നമുക്കുണ്ടാകണം. എന്നിട്ടിപ്പോ അമ്മയും ഇടയ്ക്കിടയ്ക്ക് വിഷമിക്കുന്നുണ്ടല്ലോ. അത് ശരിയാണെന്ന് ദിയയും പറയുകയാണ്. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, എത്രയൊക്കെയായാലും ഞാനൊരു അമ്മയല്ലേ മക്കളെ. നിങ്ങളെ പറ്റി ഓർക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്നെ നിയന്ത്രിക്കാൻ നോക്കിയാലും ഒരു ഭയം എന്നെ പിടികൂടുന്നു. നെഞ്ചിനകത്ത് ഭാരം കൂടും. എന്തായാലും മോളുടെ ആഗ്രഹം നടന്നല്ലോ. ഞാൻ മരിച്ചുപോയ ശ്രീകുമാറിന്റെ അച്ഛനോടും അമ്മയോടും നീതികേട് കാട്ടിയില്ലല്ലോ. അത്രയും സമാധാനം എന്ന് പറഞ്ഞ് ഭാഗ്യലക്ഷ്മിയും അകത്തേക്ക് കയറി പോവുകയാണ്. ഇവ പറയുകയാണ്, അമ്മയ്ക്കെന്തോ പറ്റിയിട്ടുണ്ട്. ഈ അമ്മയെ അയാൾ എന്തെങ്കിലും ചെയ്യുമോ? അച്ഛൻ പറഞ്ഞത് അങ്ങനെയാണല്ലോ. ഈ ഭാവത്തിൽ ദിയ പറയുകയാണ്, ചെയ്യുകയാണെങ്കിൽ അവനെയൊക്കെ കുത്തിക്കീറണം. നമ്മളെ കൊണ്ട് അതിനൊക്കെ പറ്റുമോ? പറ്റില്ല എന്ന് കരുതി നമ്മൾ പെൺകുട്ടികളൊക്കെ തോറ്റു പിന്മാറുന്നത് കൊണ്ടാണ് ഇവനൊക്കെ ഈ രീതിയിൽ പടർന്നു പന്തലിച്ചു കൊണ്ടിരിക്കുന്നത്. കാലം മാറിയത് അവനൊന്നും അറിഞ്ഞിട്ടില്ല. പിന്നീട് റൂമിൽ കണ്ണാടിയുടെ മുൻപിൽ നിന്ന് കരയുകയാണ് ഭാഗ്യലക്ഷ്മി. ഇവിടേക്ക് അമ്മയെന്ന് വിളിച്ചുകൊണ്ട് വരികയാണ് ദീപ. പെട്ടെന്ന് കണ്ണീർ തുടച്ചുകൊണ്ട് തിരിയുകയാണ് ഭാഗ്യലക്ഷ്മി. എന്താ അമ്മയെ പറ്റിയത്? അമ്മ എന്തിനാ ഇങ്ങനെ കരഞ്ഞത്? ഞാൻ കരഞ്ഞില്ലല്ലോ മോളെ. ആരാ പറഞ്ഞത് കരഞ്ഞില്ലാന്ന്? അമ്മ നന്നായി കരഞ്ഞു. എന്താ അമ്മയ്ക്ക് പറ്റിയത്? ഒന്നുമില്ല മോളെ എന്ന് പറഞ്ഞിട്ട് ദീപയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് ഭാഗ്യലക്ഷ്മി. അതിനുശേഷം ദീപയുടെ കൈ പിടിച്ച് ഭാഗ്യലക്ഷ്മി പറയുകയാണ്, മോൾക്ക് തന്റെ ഇടം കുറച്ച് കുറവാണ്. കുറച്ചെന്നല്ല, ഒട്ടും തന്നെ ഇല്ല. അതാണ് അമ്മയുടെ പേടി. അതൊന്നുമല്ല കാര്യം. അച്ഛന്റെ പെരുമാറ്റം അമ്മയെ നന്നായി വേദനിപ്പിച്ചിട്ടുണ്ട്. പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ കൂടെ നിൽക്കേണ്ട ആളാണ് അച്ഛൻ. പക്ഷെ ഒരു രീതിയിലും അച്ഛന്റെ സപ്പോർട്ട് അമ്മയ്ക്ക് കിട്ടുന്നില്ല. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.